പാലക്കാട് എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിൽ പ്രതി തൂങ്ങി മരിച്ചതിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജോലിയിൽ കൃത്യവിലോപം കാണിച്ചാണ് ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഷോജോ ജോണിന്റെ മരണത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുക. ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എന്താണ് നടപടി? എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് ഈ പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിനകത്തെ ലോക്കപ്പ് മുറിയിൽ ഈ ലഹരിമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള ഷോജോ ജോണെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടുത്തിരുന്ന മുണ്ട് ഈ ലോക്കപ്പിനകത്തെ ഇരുമ്പഴിക്കുള്ളിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് ഷോജോ ജോണെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു. ഇതിന് പിന്നാലെ ഷോജോ ജോണിന്റെ കുടുംബമാണ് ഈ ഒരു സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച രംഗത്തെത്തിയത്. ഈ ഷോജോ ജോൺ മരിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഷോജോ ജോൺ ആത്മഹത്യ ചെയ്യുക എന്നാണ് കുടുംബം ചോദിച്ചത്. ഏതായാലും ഇത് പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എക്സൈസിന്റെ വകുപ്പ് തന്നെ നിർബന്ധിതരായത്. ഇന്നലെ രാത്രിയിൽ ഈ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടേതാണ് ഈ ഒരു തീരുമാനം. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കുടുംബം ഉൾപ്പെടെ ദുരൂഹത ആരോപിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ഏതായാലും ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുക. നേരത്തെ തന്നെ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയ സമയത്ത് തന്നെ തങ്ങളുടെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള വീഴ്ചകളും സംഭവിച്ചിട്ടില്ല എന്ന് എക്സൈസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ ഘടിപ്പിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഷോജോ ജോൺ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തത വന്നിട്ടുണ്ട് എന്നാണ് ഈ എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും കുടുംബം ഇത്തരത്തിലൊരു ദുരൂഹത ആരോപിക്കുന്ന സമയത്ത് മുൻകാലത്തുണ്ടായിരുന്ന ഇത്തരം അനുഭവങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും അതുപോലെ തന്നെ ഈ സംഭവം വിശദമായ ഒരു അന്വേഷണം നടത്താൻ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഷോജോ ജോണിന്റെ മരണത്തിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.